ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ആണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ പെട്ടെന്ന് എങ്ങനെയെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കണമെന്നായിരിക്കും എല്ലാവരുടെയും മനസ്സിലെ. അപ്പോൾ അതുപോലെ തന്നെ ഞാനും പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു മേടിച്ചൊരു സംഭവമാണ് ചപ്പാത്തി മേക്കർ. പക്ഷേ ഞാൻ പല രീതിയിൽ ട്രൈ ചെയ്ത് നോക്കി. ഫസ്റ്റ് ഞാൻ എണ്ണ ഒഴിക്കാതെ സാധാരണ നമ്മൾ മാവ് കുഴച്ചുണ്ടാക്കി നോക്കി. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ എണ്ണ ഒഴിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. മറ്റേ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടും വലിയ രീതിയിൽ പരന്നങ്ങോട്ട് വരുന്നില്ല ചപ്പാത്തി. ഇനി എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഇതിനകത്ത് എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഞാൻ സാധാരണ കുഴയ്ക്കുന്ന പോലെ കുഴച്ചിട്ട് നമ്മുടെ എണ്ണ ഒന്ന് തൂക്കി കൊടുത്തിട്ട് ഞാനൊന്ന് കുഴച്ചെടുത്ത് നോക്കുകയാണ്. സാധാരണ രീതിയിൽ ഞാൻ കുഴച്ചെടുത്ത് നമ്മൾ എണ്ണയൊന്നും ഒഴിക്കാതെ സാധാരണ മാവ് കുഴയ്ക്കുന്ന പോലെ കുഴച്ച് ഞാൻ പരത്തി നോക്കിയിട്ട് പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഈ എണ്ണയൊന്ന് ഒഴിച്ച് നോക്കിയാണ് ഇപ്പം നോക്കുന്നത് പരന്ന് വരുമോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പം ചപ്പാത്തിക്കകത്തും എണ്ണ കുറച്ച് തൂക്കി കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇതിനകത്തും എണ്ണ തൂക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നോക്കാം, ഇനിയെങ്കിലും ഇത് പരന്ന് വരുമോ നോക്കാം. അപ്പോൾ ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, വലിയ രീതിയിൽ പെട്ടെന്ന് ഒന്നും ആകുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. എനിക്ക് ലാസ്റ്റ് അലമ്പ് പിടിച്ചുകൊണ്ട് വീണ്ടും ഞാൻ ഒന്നുകൂടെ കുഴച്ച് വീണ്ടും കൈ കൊണ്ടൊക്കെ പരത്തിയാണ് കേട്ടോ ചുട്ടെടുത്തത് നമ്മുടെ ചപ്പാത്തി. ഇത് കണ്ടോ, ഈ ഒരു ഷേപ്പിലായിരുന്നു ചപ്പാത്തി ഇരുന്നത്. എന്തായാലും എനിക്ക് തോന്നുന്നു ഇതിലും ഭേദം ആ ചപ്പാത്തിയിൽ എണ്ണ ഒഴിക്കാതെ റെഡിയാക്കുമ്പോഴാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം ഇത്രയും വൃത്തികേടായിട്ട് ചപ്പാത്തി വരത്തില്ല. അപ്പോൾ എന്തായാലും ഞാൻ അതിൻ്റെ കൂടെ നമുക്ക് എന്തെങ്കിലും കറി വേണമല്ലോ. അതിനിപ്പം ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ നമുക്ക് എഗ്ഗ് ഉണ്ടായിരുന്നു. അപ്പോൾ എഗ്ഗ് കറി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സവാളയും തക്കാളിയും ഉള്ളിയൊക്കെ ഇട്ട് വഴറ്റിയെടുത്തു. കുറച്ച് ഗ്രേവി വേണ്ടത് കൊണ്ട് തന്നെ ഞാൻ വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് വേവിക്കാൻ വെച്ചു കേട്ടോ. ഉപ്പൊക്കെ ഇട്ട് വേവിക്കാൻ വെച്ചു. അപ്പോൾ എഗ്ഗ് നമ്മുടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പൊളിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ചപ്പാത്തിയാണ് കേട്ടോ. ഇതാണ് ചപ്പാത്തിയുടെ ഷേപ്പ്. എന്നാലും ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല. ചപ്പാത്തിയുടെ ഷേപ്പിന് വലിയ വ്യത്യാസമാണ്. പെട്ടെന്നൊന്നും ഞാൻ കൈ കൊണ്ടാണ് കൂടുതലും പരത്തിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 2-3 എണ്ണമൊക്കെ ഉള്ളൂ നേരെ അങ്ങനെ വന്നത്. അപ്പോൾ അത് അതിനകത്തേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മസാലക്കൂട്ടുകളൊക്കെ ഇട്ട് കൊടുത്ത് ലാസ്റ്റ് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്ത് എഗ്ഗ് കറി ഇവിടെ റെഡിയാക്കി എടുക്കുകയാണ്. എഗ്ഗ് കറി വെക്കുമ്പോഴത്തേക്ക് നമുക്ക് കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ നല്ല അടിപൊളിച്ചോ നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഉള്ളിയൊക്കെ വെന്ത് വരും. ഇതിപ്പോൾ ഞാൻ സാധാരണ നമ്മുടെ ചീനച്ചട്ടിയിലാണ് നമ്മുടെ എഗ്ഗ് കറി വെക്കുന്നത്. ഇപ്പോൾ കറി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മല്ലിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ഒരു വെറൈറ്റി ടേസ്റ്റൊക്കെ ആയിരിക്കും. അപ്പോൾ അതിലേക്ക് നമ്മൾ മുട്ട ഇട്ട് കൊടുക്കുക. മുട്ട ഇട്ട് കൊടുത്ത് കുറച്ച് നേരം കൂടെ ഒന്ന് മൂടി വെച്ച് വേവിക്കുക. മൂടി വെച്ച് വേവിക്കുമ്പോഴത്തേക്കും അതെല്ലാം ഒന്ന് പറ്റി വന്നിട്ടുണ്ടായിരിക്കും. കറി എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. അപ്പം നമ്മുടെ എഗ്ഗ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ സമയം കൊണ്ട് നമ്മൾ ചായ ഇട്ടു. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റായ ചപ്പാത്തിയും മുട്ടക്കറിയും അതുപോലെ തന്നെ ചായയൊക്കെ ഇവിടെ റെഡിയാണ്. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെയാണ് അറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.